നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഫസ്റ്റ് കാർഡാണ് വന്നിട്ടുള്ളത് ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സത്യസന്ധമായിട്ടാണ് ഈ റിലേഷൻ നിൽക്കുന്നത് എന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ടാണ്, സത്യസന്ധമായിട്ടാണ്. അവർ അത്രയും ഇന്റൻസ് ആയിട്ട് തന്നെയാണ് ഈ റിലേഷനെ കാണുന്നത്. അവർക്ക് നല്ലൊരു ഇമോഷണൽ കണക്ഷൻ നിങ്ങളുമായിട്ടുണ്ട്. അവർ ഈ റിലേഷനിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. അതായത് നിങ്ങളെ അവർ ചീറ്റ് ചെയ്യില്ല. ആ രീതിയിലുള്ള അത്രയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയമാണ് അവർക്ക് നിങ്ങളോടുള്ളത്. ആ ഒരു സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുള്ളത് എന്നുള്ളതാണ്. അവരെന്തിനേക്കാൾ മുകളിലായിട്ട് നിങ്ങളെ കാണുന്നു, നിങ്ങളുമായിട്ടുള്ള കണക്ഷനെ കാണുന്നു. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് അവർ നിങ്ങളെ അവരുടെ ലൈഫിലോട്ട് ഉൾക്കൊണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ അതുപോലെയാണ് അവർ നിങ്ങളെ കാണുന്നത് എന്നാണ് കാണിക്കുന്നത്. പേജ് ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവുന്നതായിട്ടാണ്. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ്. അവർ ഈ റിലേഷനോട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജോ കോളോ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. പേജ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ലൈഫിൽ നിങ്ങളെ എത്രയും ചേർത്ത് നിർത്തിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അവർ ഈ റിലേഷൻ ഒരിക്കലും വിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ലൈഫ് ലോങ് ഈ ഒരു കണക്ഷൻ വേണം എന്നുള്ള രീതിയിൽ അവരിലേക്ക് ചേർത്ത് നിർത്തുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അവരത്രയും ഒരു പ്രഷ്യസ് ആയിട്ട് റിലേഷനെ കാണുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. 5 ഓഫ് സോർട്സ് എനർജിയാണ്. ഈ റിലേഷൻ ചൂസ് ചെയ്തതിന് ശേഷം അവരിൽ ഒരുപാട് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ അവരുടെ ലൈഫിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു തടസ്സങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും അപ്പുറം അവർ ഈ റിലേഷനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അവരെടുക്കുന്ന ഡിസിഷൻ എന്നാണ് കാണിക്കുന്നത്. അവർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവരൊന്ന് ഡൗൺ ആയി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് അവർ റിലേഷനിൽ നിന്ന് ഒരു അകൽച്ചൊക്കെ വെക്കുന്നുണ്ട്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ഒരിക്കലും ഈ റിലേഷൻ വിട്ടുപോകാൻ പറ്റില്ല. അത്രയും ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു സ്നേഹം അവർക്ക് നിങ്ങളോടുണ്ട്, ഒരു ആത്മാർത്ഥത അവർക്കുണ്ട് എന്നാണ് കാണിക്കുന്നത്. 7 ഓഫ് സോർട്സ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷനിൽ അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഇതിനു മുൻപുള്ള റിലേഷൻസിൽ നിന്നോ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് അവരുടെ പാരൻസിൽ നിന്നോ ഫാമിലിയിൽ നിന്നോ ഒക്കെ ചിലപ്പം ഒരു റിജക്ഷൻ ചിലപ്പോൾ അവർ നേരിട്ടിട്ടുണ്ടായിരിക്കാം. അവർക്ക് ഒരു സ്നേഹത്തോടെ നിന്നിട്ട് അവരെ മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷനൊക്കെ അവർ നേരിട്ടിട്ടുണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നേരിട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ഭയം അവരിലുണ്ട്. ഒരുപാട് കണക്റ്റഡ് ആയി പോയാൽ നിങ്ങൾ വിട്ടുപോകും എന്നുള്ള പേടി അവർക്കുണ്ട് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ക്ലോസ് ആവാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവരൊരു ഡിസ്റ്റൻസ് ഇടുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ചിലർക്ക് ഇത് കണക്റ്റഡ് ആവും, എല്ലാവർക്കും കണക്റ്റഡ് ആയിക്കൊള്ളുന്നില്ല. അപ്പം ചിലർക്ക് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം കേട്ടോ. അവർ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഒരുപാട് ഇങ്ങനെ ക്ലോസ് ആയി പോകുമ്പോൾ അഥവാ എനിക്ക് റിലേഷൻ നഷ്ടപ്പെട്ടാലോ, ആ സമയത്ത് ഞാൻ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ആ സമയത്ത് ഞാൻ എത്രമാത്രം തകർന്നു പോകും എന്നുള്ള പേടി കാരണം ഒരകൽച്ച വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 2 ഓഫ് സോർട്സ് എനർജിയാണ്. ഒരു കൺഫ്യൂഷനാണ്. അതായത് ഈ റിലേഷനിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള ടെൻഷൻ അവർക്കുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് അവർ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഇടുന്നത്. റിലേഷനിൽ ഒരു ചില സമയത്ത് അവരൊരു നോ കോണ്ടാക്റ്റിലോട്ട്, ലെസ് കോണ്ടാക്റ്റിലോട്ടൊക്കെ അവർ പോകുന്നത് അതുകൊണ്ടാണെന്നാണ് കാണിക്കുന്നത്. പക്ഷെ എന്തൊക്കെ ആയാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ ടോട്ടൽ എനർജി ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഹോപ്പ്ഫുൾ എന്നാണ് കാണിക്കുന്നത്. അവർക്ക് ഈ റിലേഷനിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ ഇതിലൊരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ഹോപ്പ് അവർക്കുണ്ട്. ഇപ്പം ആരൊക്കെ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണ്ട, ഇങ്ങനെ ഒരു കണക്ഷൻ എനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞാലും അവർക്ക് ഹോപ്പുണ്ട്. ഈ റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും, സക്സസ്ഫുൾ ആവും എന്നുള്ള ഹോപ്പ് അവർക്കുണ്ട് എന്നാണ് കാണിക്കുന്നത്.
പ്രോമിസ് എന്നാണ് കാണിക്കുന്നത്. അവർ നിങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, ഞാൻ ലൈഫ് ലോങ് നിന്റെ കൂടെ ഉണ്ടാവും എന്നൊരു വാക്ക് അവർ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോമിസിൽ അവർ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് ആ ഒരു പ്രോമിസിൽ അവർ ഉറച്ചു നിൽക്കുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഹീലിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു റിലേഷൻ അവർക്ക് ഹീലിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നതെന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് അവരുടെ മുൻപ് അവർ അത്രയും സ്നേഹിച്ച ആളുകൾ അവരെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർ അത്രയും പ്രിയപ്പെട്ടതായി കാണുന്നവർ അവരെ അതുപോലെ തിരിച്ചു കാണുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വിഷമമൊക്കെ അവർ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ അവർക്ക് അത്രയും ഹീലിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം അത്രയും സ്നേഹം നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുമ്പോൾ അവർക്ക് ആ ഒരു മുറിവുകൾ അവരുടെ മനസ്സിൽ നിന്ന് ഉണങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ അവർ ഹീലാവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. പീസ്ഫുൾ റെസൊല്യൂഷൻസ് എന്നാണ് കാണിക്കുന്നത്. പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഈ റിലേഷനിൽ മുന്നോട്ട് വരുന്നതായിട്ടാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ള ആ ഒരു സ്ട്രഗിൾ സിറ്റുവേഷൻ ഈ റിലേഷന്റെ എൻഡായി പോകുന്നതായിട്ടും വീണ്ടും റിലേഷനിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവുന്നതായിട്ടും നല്ല രീതിയിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ റിലേഷൻ മാറുന്നതായിട്ടുമാണ് കാണുന്നത്. ലെറ്റ് ഗോ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ റിലേഷനിൽ ഉണ്ടാവുന്ന ഫിയർ അല്ലെങ്കിൽ പേടി, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുപോകുന്നുള്ള പേടിയിൽ നിന്ന് മാറി നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. എവിടെ പോയാലും ഈ പേഴ്സൺ എന്നിലേക്ക് വരും എന്നുള്ള ഒരു കോൺഫിഡൻസിൽ നിങ്ങൾ നിൽക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അല്ലാതെ ഇവിടെ ഈ പേഴ്സൺ എന്നെ വിട്ടുപോകും എന്നുള്ള ഒരു ഭയം നിങ്ങൾ യൂണിവേഴ്സിലോട്ട് കൊടുക്കരുത്. ഒരു നെഗറ്റീവ് തോട്ട്സ് കൊടുക്കാതെ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി മുന്നോട്ട് പോകാന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഭരണി, ലെറ്റർ എം, അവിട്ടം, മകീര്യം, ഏപ്രിൽ, ലെറ്റർ എ, മലപ്പുറം, മാർച്ച്, കോട്ടയം, ജൂൺ, തിരുവനന്തപുരം, ഉത്രം, ആയില്യം, 1993, കാസർഗോഡ്, മൂലം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.